പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് ഈ ശനിയാഴ്ച ദിവസം പരിശുദ്ധ അമ്മയെ ഓർക്കുന്ന ഈ പ്രത്യേക ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ബലിയർപ്പിക്കാം. കുറെ കൂടി ആത്മാർത്ഥതയോടുകൂടെ പരിശുദ്ധ ബലിയർപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് ലീമായിലെ വിശുദ്ധ റോസ എന്ന വിശുദ്ധയുടെ തിരുനാൾ കൂടി കൊണ്ടാടുകയാണ്. കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വളരെയധികം പരിശ്രമിക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്ത വിശുദ്ധയാണ് വിശുദ്ധ റോസ. ഈ വിശുദ്ധയുടെ മാധ്യസ്ഥ്യവും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വന്നു ചേർന്നു, ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രയോജനപ്പെടുത്തുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തു, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ രണ്ടാമത്തെ കാര്യം നന്നായി പഠിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞ പോലെ ദൈവാനുഗ്രഹത്തിൻ്റെ ഉന്നതമായ അവസ്ഥയിൽ നമ്മളെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. ഇനി ഇത് പ്രയോജനപ്പെടുത്തുക എന്നത് നമ്മുടെ കടമയാണ്. വ്യക്തിപരമായിട്ടുള്ള അതിനുവേണ്ടിയുള്ള പരിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ദൈവാനുഗ്രഹം പ്രാപിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ സർവശക്തനായ ദൈവത്തോട് സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ദാസരുടെ
പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളാൽ അങ്ങയെ പ്രീതിപ്പെടുത്താൻ പ്രാപ്തിയില്ലാത്ത ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന്റെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ രക്ഷിക്കപ്പെടുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. റൂത്തിന്റെ പുസ്തകത്തിൽ നിന്ന്. നവോമിയുടെ ഭർതൃകുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികനുണ്ടായിരുന്നു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാല പെറുക്കട്ടെ എന്ന് മോവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാല പെറുക്കി. എലിമെലേക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാല പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. എൻ്റെ ദാസിമാരോട് കൂടെ ചേർന്നു കൊള്ളുക. അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരിവെച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു. അവൾ അവൻ്റെ ഭാര്യയായി. അവൻ അവളെ പ്രാപിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു, നിനക്ക് ഒരു പിന്തുടർച്ചാവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ആ അവകാശി ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കട്ടെ. അവൻ നിനക്ക് നവജീവൻ പകരും. വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത്. നവോമി ശിശുവിനെ മാറോടണച്ചു. അവൾ അവനെ പരിചരിച്ചു. അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു. അവൻ ദാവീദിൻ്റെ പിതാവായ ജെസയുടെ പിതാവാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകുന്നു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലമത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാകും.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടങ്ങൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിനോട് വളരെയധികം വിധേയപ്പെട്ട് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇപ്പം ക്രിസ്തു ആണ് ഏക നേതാവ്. നമ്മൾ കർത്താവിനേക്കാളും വലിയവരെ പോലെ ആകരുത്. നമ്മൾ കർത്താവിൻ്റെ ശുശ്രൂഷകരായി മാറണം. പലപ്പോഴും നമ്മൾ കർത്താവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെടുന്ന രീതി കാണുമ്പോൾ കർത്താവിനേക്കാളും വലിയവരാണ് നമ്മൾ എന്ന് തോന്നുന്ന വിധത്തിലാണ്. എനിക്കിഷ്ടമുണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള രീതികൾ. മാതാപിതാക്കൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച പല കാര്യങ്ങളും ഇന്ന് ഭാരത്തോടെയാണ് പലരും കാണുന്നത്. ഞായറാഴ്ച ആചരണം, കുംഭസാരം, കുർബാന സ്വീകരണം, അതൊക്കെ അന്നങ്ങനെ നിർബന്ധിക്കപ്പെട്ട് ചിലർ ചെയ്തതായിരിക്കാം. ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന കുട്ടികളോട് യഥാർത്ഥത്തിൽ ഈശോ ആരാണ്, നിനക്ക് ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല. മാതാപിതാക്കൾ പറഞ്ഞു, പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കാറ്റീസം പഠിക്കാൻ വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പലതും നിർബന്ധിക്കപ്പെട്ട് ചെയ്തത് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദൈവത്തെക്കാൾ വലിയവരെ പോലെ നമ്മൾ പെരുമാറും. നമ്മളങ്ങ് കൽപ്പിക്കും, അതെനിക്ക് സാധിച്ചു തരണം കർത്താവേ, അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്തോളാം എന്നൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പോൾ ഈ വിശുദ്ധ റോസായുടെ തിരുനാളെന്ന് കൊണ്ടാടുകയാണ്. നമ്മുടെ നാട്ടിൽ അൽഫോൻസാമ്മ അതേപോലെ തന്നെ ഒരു ജീവിതശൈലിയിലൂടെ കടന്നുപോയ ഒരു വിശുദ്ധയാണ്. അൽഫോൻസാമ്മ ഒത്തിരി നാൾ രോഗാവസ്ഥയിലായിരുന്നു. അതുപോലെ 15 വർഷമാണ് ഈ വിശുദ്ധ രോഗാവസ്ഥയിലായിരുന്നത്. അപ്പോൾ കല്യാണാലോചനകൾ വരുമ്പോൾ കല്യാണം നടക്കാതിരിക്കാൻ തൻ്റെ ദേഹം പൊള്ളിച്ച ഒരു അനുഭവം അൽഫോൻസാമ്മയ്ക്കുണ്ടല്ലോ. അതുപോലെ ഈ വിശുദ്ധ ചെയ്തത് തൻ്റെ മുടി മുറിച്ച് കളയും.
മുടി മുറിച്ച് കളയും, തനിയെ മുറിച്ച് കളയും. അപ്പോൾ ഭംഗിയൊന്നുമില്ലാത്തൊരു സ്ത്രീയെപ്പോലെയാകും. അപ്പോൾ കല്യാണാലോചനകളെല്ലാം മുടങ്ങും. അങ്ങനെ ചെയ്തിരുന്ന അത്രയധികം കർത്താവിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു വിശുദ്ധയാണ് വിശുദ്ധ റോസ. ഈ വിശുദ്ധയുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, ഭക്തകൃത്യങ്ങളിലുള്ള താല്പര്യവും സ്നേഹവും. ഭക്തകാര്യങ്ങളോട് താല്പര്യം, വീട്ടിലെ പ്രാർത്ഥനയാകട്ടെ, കുമ്പസാരമാകട്ടെ, കുർബാന സ്വീകരണമാകട്ടെ, അതെല്ലാം കൗതാശികമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. യഥാർത്ഥത്തിൽ കുർബാന വലിയ കാര്യമാണ്, നമുക്കറിയാമല്ലോ. ഞായറാഴ്ച ആചരണം കൽപ്പനയായിട്ടുണ്ട്. അതുപോലെ കുർബാന സ്വീകരണം, കുമ്പസാരം അതിനോട് ചേർന്ന് പോകുന്ന കാര്യങ്ങളാണ്. ഒരു വിശ്വാസിയുടെ ജീവിതം ഈ കൗതാശിക സാന്നിധ്യം കൊണ്ടാണ് അഭിവൃദ്ധി പ്രാപിക്കുക. അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വരൾച്ച പ്രാപിച്ച പോലെയാവും. അതുപോലെ വീട്ടിലെ പ്രാർത്ഥന, വീട് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തന്നു. അപ്പോൾ ദൈവത്തിനോടുള്ള നന്ദി സൂചകമായിട്ടാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള ഈശോയുടെ തിരുമുഖ ധ്യാനമാണ് ജപമാല എന്നാണ് പറയുക. അത് വീട്ടിലെ കുർബാനയ്ക്ക് തുല്യമാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് കുർബാന അർപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈശോയുടെ സഹനങ്ങളുടെ രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത്, അത് ഒരു ഭാരമായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് ഉറക്കം വരുന്നത്, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുന്നതും, പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രവേശിക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് പ്രാർത്ഥന ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്നേഹമില്ലായ്മയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഭക്തകൃത്യങ്ങളോടുള്ള സ്നേഹവും താല്പര്യവും നമുക്ക് വേണം. അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഒരു വഴിയാണ്. അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ കടന്നു പോകണം. ഒരു ചിട്ടയായിട്ടുള്ളൊരു ജീവിതശൈലിയിലൂടെ നമ്മൾ കടന്നു പോകണം. അങ്ങനെ ഡിസിപ്ലിനായിട്ടുള്ള ജീവിതശൈലിയിലൂടെ പോകുമ്പോഴാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുക. വിശുദ്ധരുടെയൊക്കെ ജീവിതമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഈശോയുടെ ജീവൻ തന്നെ അങ്ങനെ കാണാതാകുന്ന സമയത്ത് ഈശോ പിന്നീട് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നാണ് പറയുന്നത്. വിധേയപ്പെട്ട് ജീവിക്കുക. അപ്പോൾ ഭക്തകൃത്യങ്ങളോടുള്ള ഒരു താല്പര്യം നമുക്ക് വേണം. അതില്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തടസ്സം വയ്ക്കുക. ഭക്തകാര്യങ്ങളോടൊരു താല്പര്യം നമുക്ക് വേണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഈ വിശുദ്ധ പെറു എന്ന രാജ്യത്തിലുള്ളതാണ്. പെറു, അവിടുത്തെ ഒരു സ്ഥലമാണ് ലീമ. ആ ലീമയിലെ വിശുദ്ധയാണ് റോസ. അപ്പോൾ നമ്മുടെ 2018 നമ്മുടെ ഫ്രാൻസിസ് പാപ്പ, കഴിഞ്ഞ പാപ്പാം, അദ്ദേഹം അവിടെ 2018 അവിടെ സന്ദർശിച്ചപ്പോൾ, പെറു സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വിശുദ്ധരുടെ നാടാണ്, വിശുദ്ധരുടെ നാടാണ്. നമ്മുടെ കേരളം എത്ര വിശുദ്ധരാണ് നമുക്കിപ്പോൾ ഉള്ളത് കേരളത്തിൽ. അപ്പോൾ വിശുദ്ധരുടെ നാടാണ് പെറു. കാരണം ഈ വിശുദ്ധയ്ക്ക് വിശുദ്ധരോടുള്ളൊരു സമ്പർക്കമുണ്ടായിരുന്നു. വിശുദ്ധരോടുള്ള സമ്പർക്കം, അതിൽ പ്രധാനപ്പെട്ടൊരു വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അദ്ദേഹം ഇങ്ങനെ ഈ തൂപ്പുകാരുടെ മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ ഡോർ കീപ്പർമാരുടെ അത്രയും താഴ്ന്ന ജോലികൾ ചെയ്തിരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അവരോടൊക്കെ ഒരു സമ്പർക്കം ഈ വിശുദ്ധയ്ക്കുണ്ടായിരുന്നു. അതാണ് വിശുദ്ധരോടുള്ള സമ്പർക്കം. ഈ ജീവിച്ചിരുന്നപ്പോൾ ഈ വിശുദ്ധ തൻ്റെ ചെറുപ്പകാലത്തിൽ വിശുദ്ധ കാതറിൻ, സിയന്നയിലെ കാതറിൻ, ആ വിശുദ്ധയോടൊരു പ്രത്യേക ഭക്തി വളർത്തിയിരുന്നു. നമ്മളിപ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ പ്രത്യേക മധ്യസ്ഥയായി നമ്മൾ വണങ്ങുന്നത് പോലെ വിശുദ്ധ കാതറിനോടും പരിശുദ്ധമ്മയോടും ഈ വിശുദ്ധയ്ക്ക് നല്ല ഭക്തി ഉണ്ടായിരുന്നു. ഈ കാതറിനെ കുറിച്ച് രണ്ടാം പിയൂസ് പാപ്പ പറയുന്നത്, ആ വിശുദ്ധയെ, കാതറിനെ സമീപിച്ചിട്ടുള്ള ഒരൊറ്റ കുഞ്ഞു പോലും മാനസാന്തരപ്പെടാതെ പോയിട്ടില്ല. അത്രയും വിശുദ്ധരായിട്ടുള്ള വിശുദ്ധ വ്യക്തികളോടുള്ള സമ്പർക്കം ഈ വിശുദ്ധയ്ക്കുണ്ടായിരുന്നു. അതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 36-ാമത്തെ വാക്യം, അതിൽ ഇപ്രകാരമാണ്: ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. ജ്ഞാനിയായ ഒരുവനെ കണ്ടെത്തിയാൽ അവനെ സന്ദർശിക്കാൻ വൈകരുത്. നിന്റെ പാദങ്ങൾ അവൻ്റെ വാതിൽപ്പടി നിരന്തരം സ്പർശിക്കട്ടെ. ചില നല്ല സമ്പർക്കങ്ങൾ, വിശുദ്ധ സമ്പർക്കങ്ങൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, കള്ളുകൂടി കൂട്ടുകെട്ട്, ചീത്ത കൂട്ടുകെട്ട്, ലഹരി വസ്തുക്കൾ ഉപയോഗം, അത് നമുക്ക് ആത്മീയ ഉണർവ് നൽകാത്തൊരു കാര്യമാണ്. എന്നിട്ട് നമുക്കത് വിട്ടുകളയാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നമ്മുടെ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ചീത്ത കൂട്ടുകെട്ടുകൾ നമുക്ക് ഉപകാരപ്പെടുകയില്ല. ദൈവാനുഗ്രഹം കടന്നു വരുന്നത് തടസ്സമാണ്. നല്ല അതുപോലെ നിയമാവർത്തന പുസ്തകം അത് 34-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ
ഒരു കാര്യം പറയുന്നുണ്ട്. നൂനിൻ്റെ പുത്രനായ ജോഷുവ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു. എന്തെന്നാൽ മോശ അവൻ്റെ മേൽ കൈകൾ വച്ചിരുന്നു. മോശയുടെ ഒരു കൈവപ്പ് പ്രാർത്ഥന അത് കിട്ടിയിരുന്നത് കൊണ്ട് ജോഷുവ ആത്മാവിൽ നിറഞ്ഞ ഒരു മനുഷ്യനെ പോലെയായിരുന്നു. അപ്പോൾ നമ്മുടെ കൗതാശികമായ സാന്നിധ്യം യഥാർത്ഥത്തിൽ ഈശോയുടെ ഒരു പുരോഹിതൻ്റെ ആശീർവാദം കിട്ടുന്ന കാര്യമാണ് ഇല്ലേ? കുംഭസാരത്തിലൂടെ പുരോഹിതൻ്റെ ആശീർവാദം കിട്ടും. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ആവേ മരിയ സെൻറ്ററിൽ വൈദികർ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ 12 മണിക്കൂറാണ്. പ്രഭാതത്തിൽ 7 മണി മുതൽ രാത്രി 8 മണി വരെ 12 മണിക്കൂർ അച്ഛന്മാരെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവർ പ്രാർത്ഥിക്കും. ആളുകളെ ഇങ്ങനെ കുറേ പേര് വരുമ്പോൾ കൂട്ടമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു വൈദികൻ്റെ ആശീർവാദം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന എന്താണ്? മറിയത്തെ എന്താ വിളിക്കുന്നത്? ജ്ഞാനത്തിന് സിംഹാസനം എന്നല്ലേ? അപ്പം മറിയത്തിൻ്റെ മടിയിൽ ഈശോ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈശോയാണ് ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ് മറിയം. ജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമാണ് മറിയം. അപ്പം മറിയത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ അഭിഷേകമുള്ള മണ്ണിൽ മാതാവിൻ്റെ മരിയനൾത്താരയുള്ള ബസിലിക്ക പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിക്കുന്നതും ആരാധന ചാപ്പലിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കുന്നതും അത് വിശുദ്ധരോടുള്ള സന്ദർശനം അല്ലെങ്കിൽ സമ്പർക്കം പോലെ തുല്യമായ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യമാണ്. ഈ ഫ്രാൻസിസ് സേവറൊക്കെ ഉണ്ടായതും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ സമ്പർക്കം മൂലമാണ്. വിശുദ്ധ ക്ലാര ഉണ്ടായത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുമായിട്ടുള്ള സമ്പർക്കം മൂലമാണ്. ഈ മാസം നമ്മൾ ആചരിക്കുന്ന 2 വിശുദ്ധരാണ്, വിശുദ്ധ മോണിക്ക, വിശുദ്ധ അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിൻ ഉണ്ടായത് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന മൂലമാണ്. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കാരണം അപ്പൻ്റെ പ്രാർത്ഥന മൂലമാണ്. വീട്ടിൽ അപ്പനിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ മകൻ വരണേ, എൻ്റെ മകൻ വരണേ. അപ്പം മകൻ അപ്പൻ്റെ സൗഹൃദത്തിലേക്ക്, അപ്പൻ്റെ സമ്പർക്കത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി. ചോദിക്കാത്തത് പോലും കിട്ടി. മോതിരമൊന്നും അവൻ ചോദിച്ചിട്ടില്ല, അതുപോലും അവന് കിട്ടി. അപ്പോൾ ദൈവിക സമ്പർക്കം, ഒരു ആത്മീയമായ കൂട്ടുകെട്ട് നമുക്കെപ്പോഴും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ മൂന്നാമത്തെ ഒരു കാര്യം, നമുക്കൊരു വിധേയത്വം വേണം. വിധേയത്വം വരുമ്പോൾ നമ്മൾ സഹനങ്ങൾ ഏറ്റെടുക്കും. ഇന്ന് നിങ്ങൾ വലിയവനാക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ശുശ്രൂഷകനായിരിക്കണം. ദൈവം നമ്മളോട് കാണിച്ച വലിയ സ്നേഹമാണ് കുരിശുമരണം. ദൈവം ഒരു കണ്ടീഷനും വെച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കാം, നിങ്ങൾ അങ്ങനെ ചെയ്താൽ. അങ്ങനെ പറഞ്ഞിട്ടല്ല, നമ്മൾ എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. നമ്മളൊന്നും ഒരു വാക്കും കൊടുക്കാതെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷെ നമ്മൾ ഈശോയോട് കണ്ടീഷൻ വയ്ക്കാറുണ്ട്. എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം, എനിക്കിന്നത് ചെയ്തു തന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം. അത് ദൈവത്തെക്കാൾ വലിയവനാകാനുള്ള ശ്രമമാണ്. ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. ഈ നേതാവിനെ അവരാരും ദൈവത്തെക്കാൾ വലിയവരാകാൻ ശ്രമിക്കില്ല. അതുകൊണ്ടാണ് മറിയം പറഞ്ഞത് ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്ന് നിറവേറട്ടെ. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് വേണം. ഈ ധനികനായ യുവാവ്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം, നിനക്കൊരു കുറവുണ്ട്, എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവനെ കൊണ്ടത് പറ്റിയില്ല, അതുകൊണ്ട് അവൻ വിട്ടുപോയി. നമുക്ക് ചിലപ്പം ഈ ഭക്തകൃത്യങ്ങൾ നമുക്ക് പറ്റില്ല എങ്കിൽ ദൈവാനുഗ്രഹം കിട്ടില്ല. വിശുദ്ധമായ സമ്പർക്കങ്ങൾ നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ കർത്താവിനെ ദൈവമായി അംഗീകരിക്കുന്നത് മൂലം നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. യൂദാസ് ഈശോയെ കബളിപ്പിച്ചു. അങ്ങനെ ഈശോയുമായിട്ട് എല്ലാ അപ്പോസ്തലന്മാരുമായിട്ട് അങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പം യൂദാസ് അടക്കം ഇപ്പോൾ വരാം കർത്താവേ, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിട്ട് വേണ്ടാത്ത പണിയൊക്കെ ഒപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-14 വാക്യം, അവൻ ബെറ്റ് വെച്ചിട്ട് കാശൊക്കെ കൊടുത്ത് ഒറ്റിക്കൊടുക്കാനായിട്ടുള്ള ചുംബിക്കാനുള്ള എഗ്രിമെന്റും ചെയ്തിട്ട് വീണ്ടും വന്ന് അവൻ ഈശോയുടെ കൂടെ ഇരുന്ന് അന്ത്യത്താഴത്തിൽ പങ്കുചേർന്നു. ഇത്തരം കബളിപ്പിക്കൽ വിധേയത്വമല്ല, ഇത്തരം കബളിപ്പിക്കലുകൾ സമർപ്പണമല്ല. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പത്രോസ് അകലെയായി ഈശോയെ അനുഗമിച്ചിരുന്നു, അകലെയായി. അതുകൊണ്ട് ഈശോ നോക്കിയപ്പോൾ പത്രോസിന് കാണാൻ പറ്റി. ഈശോയുടെ നോട്ടം നോക്കി, ഈശോയുടെ നോട്ടം കാണാൻ പറ്റിയ വിധത്തിൽ ഈശോയുടെ കൂടെ നടന്നതുകൊണ്ട് മനം നൊന്ത് കരയാൻ സാധിച്ചു. അതുകൊണ്ട് അനുഗ്രഹം ഉണ്ടായി. അതാണ് ഒരു ഈശോയുടെ കൂടെ നിൽക്കാനായിട്ടുള്ളൊരു ശ്രമം നമുക്കുണ്ടാകട്ടെ. കണക്ട് ചെയ്ത് നിൽക്കുക. നമ്മളെന്തിനാണ് കുമ്പസാരിക്കുന്നത്, നമ്മളെന്തിനാണ് കുർബാന സ്വീകരിക്കുന്നത്? ഈശോയുമായി കണക്റ്റഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്.
ചിലപ്പോൾ ചില ആളുകളോട് പ്രായശ്ചിത്തം എന്നല്ല ഞാൻ പറയുന്നത്, പ്രായശ്ചിത്തം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പാപപരിഹാരം എന്നാണ്. അപ്പോൾ നമ്മൾ പാപപരിഹാരം ചെയ്തിട്ടാണോ നമ്മുടെ പാപം പോകുന്നത്? ഒരിക്കലുമില്ല. ഈശോ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് നമ്മുടെ പാപം പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തു ചിലപ്പോൾ ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇത്രയേ ഉള്ളോ? പണ്ടെപ്പോഴോ ആരോ ഒരച്ഛൻ പാപത്തിന് പരിഹാരം മുട്ടിന് നിരങ്ങാൻ പറഞ്ഞു. അപ്പം അയാൾ പോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്തു, അച്ഛൻ എന്നെക്കൊണ്ട് പറ്റാത്തൊരു പരിഹാരമാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അച്ഛന് കുമ്പസാരക്കാരനെ കുറിച്ച് അവിടെ ഓഫീസിൽ പോയി പരാതിപ്പെട്ടു. അപ്പോൾ അത്രയും വലിയ അല്ലേ, അങ്ങനെ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടല്ല നമ്മുടെ പാപം പോകുന്നത്, നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം. ഇപ്പം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഈശോയായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്, കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാൻ പറയുകയാണെന്ന് കരുതുക. അപ്പോൾ ഈശോയും പ്രിയ പൈതലെ നമ്മൾ ഓരോരുത്തരും തമ്മിൽ, ഈശോയും നമ്മളും തമ്മിൽ വ്യക്തിപരമായിട്ട് നിൽക്കുമ്പോൾ ഈശോയും ഞാനും തമ്മിൽ ഒരു വിടവുണ്ടെന്ന് കരുതുക. നമ്മളിപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ വിടവിലെ പുട്ടിയിട്ട് അടച്ചിട്ട് അവിടെ പെയിൻ്റ് അടിച്ച് വെക്കും. അപ്പം ഈ വിടവിലേക്ക് ഒരു വിശ്വാസ പ്രമാണമാകുന്ന പ്രാർത്ഥന മരുന്ന് ഇട്ടിട്ട് ഈശോയുമായിട്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണക്റ്റഡ് ആയില്ലേ? അപ്പം പ്രാർത്ഥനകൾ ഈശോയായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യമാണ്. ഈശോയുമായി അകലമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പിലേക്ക് കുറച്ച് പ്രാർത്ഥനകളാകുന്ന മരുന്ന് ഇട്ടിട്ട് ഈശോയുമായി ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഈശോ കണക്ട്. അതാണ് സങ്കീർത്തനം 91 പ്രാർത്ഥിക്കുന്നവരല്ലേ. സങ്കീർത്തനം 91:14 എന്താണെന്നറിയാവോ? അവൻ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. ഈ ഒട്ടി നിൽപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. ഒട്ടി നിൽക്കുന്നവരാരും ഈശോയോട് കമാൻഡ് ചെയ്യില്ല, എനിക്കത് തന്നില്ലെങ്കിൽ നീ അത് തരാത്തത് കൊണ്ട് ഞാനിനി പള്ളിപ്പോകുകയില്ല എന്ന് പറയില്ല. 15 വർഷം സഹിച്ച വിശുദ്ധ റോസ ഈശോ സഹിച്ചില്ലേ? പരിശുദ്ധ മറിയം സഹിച്ചില്ലേ? അവരും സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്ന ആളുകളാണ്. സഹനം കഴിഞ്ഞാൽ ഒരു കൃപയുണ്ട്. അപ്പം സഹനങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കാരണം സഹിക്കുന്നതിലൂടെ ഈശോയുമായും പരിശുദ്ധ അമ്മയുമായിട്ടൊക്കെ നമുക്കൊരു കണക്ഷൻ വരികയാണ്. കാരണം ഈശോ സഹിച്ചതാണ്, പരിശുദ്ധ മറിയം സഹിച്ചതാണ്. നമുക്ക് അങ്ങനെ ഒരു ഈശോയുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ. കൃപ നിറഞ്ഞവളെ ജ്ഞാനസിംഹാസനമേ, സ്വർഗത്തിൻ വാതിലേ, യേശുവിന്നമ്മേ, കൃപ നിറഞ്ഞവളേ ജ്ഞാനസിംഹാസനമേ, സ്വർഗത്തിൻ വാതിലേ, യേശുവിന്നമ്മേ, മേരി മനോഹരി മനോഹരി മനോഹരി, മേരി മനോഹരി. പരിശുദ്ധ അമ്മ കർത്താവിനോട് ഒട്ടി നിന്നതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അങ്ങനെ കർത്താവിനോട് ഒട്ടി നിന്ന് അവസാനം വരെ ഈശോയെ നഷ്ടപ്പെടുത്താതെ ജീവിച്ചതുപോലെ, ഈശോയെ നഷ്ടപ്പെടുത്താതെ ഉള്ളിൽ കിട്ടിയ ദൈവസാന്നിധ്യം എപ്പോഴും അത് ഈശോയോടായിട്ട് കണക്റ്റഡായിട്ട് നിർത്തി അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഇസ്രായേലിൻ നായക, നിന്റെ നല്ല ദൈവമേ, കാഴ്ചയായി ഞാൻ നീങ്ങുന്നു, സർവവും നിന്നെ മുൻപിലായുധ സ്വീകരിക്കണമേ പ്രഭു. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാണിക്കകൾ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഞങ്ങളുടെ ഹൃദയങ്ങൾ
പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയാൽ അങ്ങയുടേതായവ എപ്പോഴും അന്വേഷിക്കുവാനും സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിശുദ്ധവും ന്യായമന്ത്രി. കർത്താവെ, പരിശുദ്ധനായ പിതാവെ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങ് വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞുമതേ വീണ്ടെടുപ്പു. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും
ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ പറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്നും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്കാ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ ലീമാല വിശുദ്ധ റോസായോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ആമേൻ. നമുക്ക്
നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിനമേയും. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. കർത്താവേ, രക്ഷയുടെയും വിശ്വാസത്തിൻ്റെയും കൂദാശ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ ഭക്തിപൂർവ്വം അനുസ്മരിച്ചുകൊണ്ട് ആ അമ്മയോടൊപ്പം സ്വർഗീയ സ്നേഹത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി
കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.